ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡിസ്പെർഷൻ റിഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഇൻ സൈസ് ഓഫ് ഐറ്റംസ്. ഓരോരോ ഐറ്റത്തിൻ്റെ സൈസിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സ്പ്രെഡ് ഓഫ് സ്കാറ്റർ ഓഫ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു സീരീസിൽ എത്ര സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വ്യത്യസ്തപരമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കണം. എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് 2 സീരീസ്. 2 സീരീസ് കൺസിഡർ ചെയ്യണം. സീരീസ് 1 ഉണ്ട്, സീരീസ് 2 ഉണ്ട്. സീരീസ് 1-നകത്ത് 35 എന്ന സംഖ്യകളുണ്ട്. സീരീസ് 2-നകത്ത് വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകളുണ്ട്. 2 സീരീസ് ആർ ദ സെയിം ആവറേജ് 35. ഏകദേശം 2 സീരീസിലും ഒരു 35 എന്ന ആവറേജിൻ്റെ ഇതിലാണ് വരുന്നത്. ബട്ട് ദ വേരിയബിലിറ്റി അമംഗ് ദ വാല്യൂസ് ഈസ് നോട്ട് സെയിം. സംഖ്യകൾ വ്യത്യസ്തമാണ്. സീരീസ് 1-നകത്ത് വേരിയബിലിറ്റി ഇല്ല, കാരണം എല്ലാം സെയിം വാല്യൂസാണ്. പക്ഷേ സീരീസ് 2-നകത്ത് വേരിയബിലിറ്റി ഉണ്ട്, കാരണം വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ടു മെഷർ ദ വേരിയബിലിറ്റി. ഇപ്പോൾ ഡിസ്പേർഷൻ മുഖാന്തരം ചേഞ്ചസ് വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഒന്നാമത്തെ, റേഞ്ച്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് പോസിബിൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് പ്ലസ് ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി റേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്. സംഖ്യകൾ മാത്രം തന്നിരിക്കുന്ന സീരീസിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് റേഞ്ച് കാണണമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ റേഞ്ച് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 85, ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 85-ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 75 വരുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് പ്ലസ് ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 85-ൽ നിന്നും 10 കുറയ്ക്കുകയും 85-ൽ നിന്ന് 10 കൂട്ടുകയും ചെയ്ത് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി 2 സീരീസ് തന്നിട്ടുണ്ട്, സീരീസ് എയും സീരീസ് ബി. നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന പോലെ തന്നെ അതിന് റേഞ്ച് കാണണം. കോഎഫിഷ്യൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ പറഞ്ഞാൽ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് പ്ലസ് ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കൂട്ടുകയും ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റംസ് ആർ ലിസ്റ്റഡ് സിംഗിളി ഷോയിങ് ദ ഒബ്സർവേഷൻസ് റിലേറ്റിംഗ് ടു ദം. ഒറ്റയ്ക്കാണ് സംഖ്യകൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരിട്ട് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും.